തൃശൂർ കോർപ്പറേഷന്റെ വികസനത്തിനായി ലോക്സഭാ എം.പി. സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നുവെന്ന് മേയർ എം.കെ. വർഗീസ്. സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞു. ലോക്സഭാ എം.പി. ആയ ശേഷവും കോർപ്പറേഷന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നാണ് മേയർ പറയുന്നത്. അതേസമയം മുൻ എം.പി. ടി.എൻ. പ്രതാപൻ കോർപ്പറേഷന്റെ വികസനത്തിനായി ഒന്നും ചെയ്തിട്ടില്ലെന്നും വിമർശനം. ഞാൻ മേയറായിരുന്ന സമയത്ത് അദ്ദേഹം ഇവിടുത്തെ എം.പി. ആയിരുന്നു. ഞാൻ വന്നതിന് ശേഷം നേരെ മറിച്ച് അതിൽ മാന്യത കാണിച്ച ആളാണ് ആര്, നമ്മുടെ സുരേഷ് ഗോപി. എന്നായിട്ട് ഡിസ്കഷൻ വെച്ചു, നമുക്ക് ഇന്ന സംരംഭം പണിയണം, അതിനുവേണ്ടി 1 കോടി രൂപ ഞാൻ തരുന്നു. അത് അദ്ദേഹം കറക്റ്റായിട്ട് കളക്ടർ ത്രൂ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് കാശ് വന്നു. അതിന് തന്നെ ഞാൻ ഉപയോഗിച്ചു. ഇദ്ദേഹം ഞാനും തമ്മിൽ ഇന്നേ വരെ ഒരു ഡിസ്കഷനേ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണല്ലോ, ഇപ്പോഴും 4 വർഷമില്ലേ ഞാൻ ഇവിടെ. അങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടൊരു ഡിസ്കഷൻ നടത്തുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യത്തിൻ്റെ ഫണ്ട് ആകെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഞാനൊരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, അമൃത് പദ്ധതിയിൽ 500 കോടി രൂപ അല്ലേ, അങ്ങനെ തന്നെയല്ലേ, 500 കോടി രൂപ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഞാൻ അതിനു വേണ്ടി ഒപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞു പോയതാണ്. പിന്നെ കണ്ടിട്ടില്ല. സാനു കെ സജീവി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സാനു, ഈ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ടാക്രമിക്കാൻ ശ്രമിക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ ക്ഷീണം ചെയ്യുന്ന ചില വസ്തുതകളാണ് ഇപ്പോൾ ഈ തൃശൂർ മേയർ തുറന്നു പറയുന്നത്. കോൺഗ്രസിന്റെ പൊള്ളയായ വികസനവും ഇടതുപക്ഷത്തിന്റെ പൊള്ളയായിട്ടുള്ള വികസനവും അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ തുടർച്ചയായിട്ട് വികസനമൊന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലിംഗ് സംവാദത്തിനെ അടക്കം ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഇരു മുന്നണികൾക്ക് ശ്രമിക്കുമ്പോഴാണ് ഇടത് ഭരണസമിതിയിലെ മേയറായിട്ടുള്ള എം.കെ. വർഗീസിന്റെ ഭാഗത്ത് നിന്ന് സുരേഷ് ഗോപി ഏത് തരത്തിലാണ് വികസനം നടത്തുന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് അദ്ദേഹം കഴിഞ്ഞ 4 വർഷക്കാലം, അതായത് എം.കെ. വർഗീസ് മേയറായി വന്നതിന് ശേഷം 4 വർഷക്കാലം തൃശൂർ എം.പി. ആയിരുന്നത് ടി.എൻ. പ്രതാപനാണ്. ആ കാലഘട്ടത്തിൽ ഒരു തവണ മാത്രമാണ് കോർപ്പറേഷനിലേക്ക് എം.പി. ആയിട്ടുള്ള ടി.എൻ. പ്രതാപൻ എത്തിയത്. ഒപ്പം തന്നെ 500 കോടി രൂപയുടെ അമൃത പദ്ധതി പ്രകാരം 500 കോടി രൂപയുടെ വികസനം നടത്താമെന്ന വാഗ്ദാനം മാത്രമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളതെന്നാണ് മേയർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ രാജ്യസഭാ അംഗമായിരുന്ന സമയത്ത് സുരേഷ് ഗോപി എന്തൊക്കെയാണോ വാഗ്ദാനം നൽകിയത് അതെല്ലാം അദ്ദേഹം ആ കാലയളവിൽ പാലിക്കുകയും അതിനുശേഷം ലോക്സഭയിലേക്ക് വിജയിച്ചതിന് ശേഷം ഈ കഴിഞ്ഞ 1 വർഷക്കാലം അദ്ദേഹം തൃശൂർ കോർപ്പറേഷൻ നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഒപ്പം തന്നെ തൃശൂർ കോർപ്പറേഷന് കീഴിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് തന്നോട് കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു എം.പിയും കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി എന്നും ഈ മേയർ വ്യക്തമാക്കുന്നു. 1 കോടി രൂപയുടെ വികസനം, അതായത് കഴിഞ്ഞ ഇത്രയും നാളിനിടയിൽ 1 വർഷക്കാലത്തിനിടയിൽ 1 കോടി രൂപയുടെ വികസനം, 1 കോടി 33 ലക്ഷം രൂപയുടെ വികസനം മത്സ്യ മാർക്കറ്റിൽ, തൃശ്ശൂരിലെ മത്സ്യ മാർക്കറ്റിൽ നടപ്പിലാക്കി കഴിഞ്ഞു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തായാലും മേയറുടെ ഈ നിലപാടൊക്കെ വന്നതിന് തൊട്ട് പിന്നാലെ മേയറെ സ്വാഗതം ചെയ്തുകൊണ്ട് ബി.ജെ.പിയുടെ സിറ്റി ജില്ലാ അധ്യക്ഷന് രംഗത്ത് വന്നിട്ടുണ്ട്. ദേശീയതയിലേക്ക് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സാനു, എന്തായാലും ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുകയാണ് തൃശൂർ മേയർ. തൃശൂരിന് വേണ്ടി സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്തു, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേന്ദ്രമന്ത്രിയാകുന്ന ഘട്ടത്തിൽ മാത്രമല്ല, അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്ന ഘട്ടത്തിലും തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിത്വമാണ് സുരേഷ് ഗോപി എന്നാണ് മേയർ പറയുന്നത്. എന്നാൽ ടി.എൻ. പ്രതാപൻ കേവലം ഡയലോഗടി മാത്രമേ ഉള്ളായിരുന്നു എന്ന കാര്യം കൂടി മേയർ തുറന്നു പറയുന്നുണ്ട്.